ഭക്ഷണ കമ്മിറ്റിയുടെ ക്രമീകരണം എന്ന് പറഞ്ഞാൽ ഇന്ന് മേളയിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും വെന്യൂ സ്കൂളിൽ നമ്മൾ ഉച്ചഭക്ഷണം പൊതിയാക്കി അവിടെ എത്തിക്കുകയാണ്. വെജിറ്റബിൾ ബിരിയാണിയാണ് ഇന്നത്തെ നമ്മുടെ വിഭവം. കോളിഫ്ലവർ ഇട്ട് മസാല ഇട്ടതും പിന്നെ സലാഡ്, അച്ചാർ ഇതെല്ലാം ചേർത്തുള്ള നല്ലൊരു പൊതി കുട്ടികൾക്ക് കഴിക്കത്തക്കവണ്ണമുള്ള പൊതി അവർ മത്സരം നടക്കുന്ന ക്ലാസ് മുറികളിൽ എത്തിച്ചു കൊടുക്കുകയാണ്. നാളെ മുതൽ വിഭവസമൃദ്ധമായ ഊണാണ്. പായസം ഉൾപ്പെടെയുള്ള സദ്യകൾ വാഴയിലയിൽ വിളമ്പുന്ന ഒരു ക്രമീകരണമാണ് ഇവിടെ ചെയ്യുന്നത്. നാളെ 2500-നും 3000-നും ഇടയ്ക്കുള്ള കുട്ടികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് 1200-ഓളം പൊതികൾ ഇതിനകം തന്നെ കെട്ടി അവിടെ എത്തിക്കഴിഞ്ഞു. നാളെ സാമ്പാർ, മോര്, അവിയൽ, തീയൽ, തോരൻ, അച്ചാർ, പായസം. അതെ, 3 ദിവസവും 3 പായസമായിരിക്കും. മറ്റന്നാളിൽ അടപ്രഥമൻ. ആദ്യ ദിവസം അരിപ്പായസം, രണ്ടാമത്തെ ദിവസം അടപ്രഥമൻ, മൂന്നാമത്തെ ദിവസം ഗോതമ്പ് പായസം. വ്യത്യസ്തമായ ഫുഡ് തന്നെയാണ് ഈ വർഷം എല്ലാം. കാരണം കലോത്സവങ്ങളുടെ സബ് ജില്ലാ കലോത്സവങ്ങളുടെ ചരിത്രത്തിൽ ഒരിക്കലും ഈ 3 ദിവസം പായസം കൊടുത്തൊരു ചരിത്രം ഉണ്ടായിട്ടില്ല. ഒരു ദിവസം കൊടുത്ത ചരിത്രങ്ങളുണ്ട്. ഈ വർഷം നമ്മൾ എല്ലാ ദിവസവും പായസം. അതോടൊപ്പം ഇന്ന് രചനാ മത്സരങ്ങൾ നടക്കുന്ന ഇന്ന് വെജിറ്റബിൾ ബിരിയാണി കുട്ടികൾക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ വ്യത്യസ്തത എന്ന് പറയുന്നത്. പിന്നെ അതെ, നമുക്ക് ഈസ്റ്റ് സ്കൂളിൽ ഭക്ഷണം കൊടുക്കുന്നതിനുള്ള ഒരു ക്രമീകരണം ഒരുക്കുന്നതിന് ബുദ്ധിമുട്ടാണെന്ന് വെന്യൂ സ്കൂളുകാർ നമ്മളെ ആദ്യം തന്നെ അറിയിച്ചു. വേസ്റ്റ് മാനേജ്മെൻറ്റ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അറിയിച്ചതിനെ തുടർന്ന് നമ്മൾ തൊട്ടടുത്തുള്ള ചില ഓഡിറ്റോറിയങ്ങൾ നോക്കി. അപ്പോൾ നമുക്ക് ഓഡിറ്റോറിയങ്ങൾ ലഭിക്കാതെ വന്നപ്പോൾ നമുക്ക് കുറച്ചെങ്കിലും സൗകര്യപ്രദമായി നമ്മൾ ജമാഅത്തിൻ്റെ ഇസ്ലാമിക് കോംപ്ലക്സിൻ്റെ ഓഡിറ്റോറിയമാണ് കിട്ടിയത്. ആ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ഒരല്പം ദൂരമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഇന്ന് അവരുടെ വെന്യൂവിൽ എത്തിക്കുന്നത്. എന്നാൽ നാളത്തെ അങ്ങനെ ചെയ്യാൻ നമുക്ക് കഴിയില്ല. കാരണം വാഴയിലയിൽ നമ്മൾ പായസം ഉൾപ്പെടെ വിളമ്പുമ്പോൾ നമ്മൾ ഒരിക്കലും പുതിയായി കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് നാളെ മുതൽ ഇവിടെ തന്നെയായിരിക്കും. തീർച്ചയായിട്ടും നാളെ തൊട്ട് കുട്ടികൾ ഇവിടെ വന്ന് കഴിക്കും. എല്ലാവരും ഇവിടെ എത്തും. തയ്യാറാക്കിയത് നല്ല ഇതാണ്. നല്ല ഏറ്റവും നല്ല അരി ഇട്ടാണ് നമ്മൾ ചെയ്ത് ആവശ്യത്തിനുള്ള നെയ്യായാലും ഡാൽഡ ആയാലും എല്ലാ സാധനവും ആവശ്യത്തിന് ചേർത്ത് നല്ല രീതിയിലാണ് ഭക്ഷണം. നമ്മൾ കോളിഫ്ലവർ വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ് നല്ല രീതിയിലാണ് ചെയ്തത്. 1200 പേർക്കാണ് ഇന്ന് കൊടുത്തത്. നാളെ 1700 പേരുടെ സദ്യയാണ്. പ്രഥമൻ കൂട്ടിയാണ് ഉള്ള സദ്യയാണ്. ഓരോ ദിവസവും 3 ദിവസവും 3 സൈസ് പ്രഥമൻ ചേർത്താണ് കൊടുക്കുന്നത്. വെറൈറ്റി ഓരോ ദിവസവും വെറൈറ്റി. നാളെ മുതൽ സദ്യ ഇലയിട്ടാണ് സദ്യ നാളെ മുതൽ കൊടുക്കുന്നത്. നമ്മളിതിൽ ഉപയോഗിക്കുന്ന പച്ചക്കറി കൊണ്ടാണോ? പച്ചക്കറി എല്ലാം പ്യൂർ നാടൻ പച്ചക്കറികളാണ്. എല്ലാം വീട്ടുകളിൽ നിന്നെല്ലാം കൊണ്ടുവന്നിട്ടുള്ള നല്ല പച്ചക്കറി വിഷമൊന്നും അടിക്കാത്ത നല്ല പച്ചക്കറിയിട്ടാണ് നമ്മൾ മറ്റേ തേങ്ങ തന്നെ നാടൻ തേങ്ങകൾ വീട്ടിൽ നിന്ന് മാത്രം സമാഹരിച്ച് കൊണ്ടുവന്ന് ചെയ്യുന്ന രീതിയിൽ. ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ ഊട്ടുപുര എന്തുകൊണ്ടും വ്യത്യസ്തമാണ്. ഇത്തവണത്തെ സബ് ജില്ലാ കലോത്സവത്തിൻ്റെ ഊട്ടുപുരയുടെ പ്രത്യേകത 4 ദിവസവും നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ രചനാ മത്സരത്തിൽ ഭക്ഷണം നൽകി വരാറില്ല സബ് ജില്ലാ തലത്തിൽ. പക്ഷേ നമ്മളിവിടെ ഇന്ന് വെജിറ്റബിൾ ബിരിയാണിയും റോസ്റ്റഡ് കോളിഫ്ലവർ ഉൾപ്പെടെയുള്ള ഭക്ഷണം പൊതികളാക്കി വെന്യൂവിലെത്തിക്കുകയാണ്. നാളെ മുതൽ കുട്ടികൾക്ക് ഇലയിട്ട് വാഴയില സദ്യയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഊട്ടുപുരയ്ക്ക് എന്തെങ്കിലും ഒരു പേരിടണം എന്ന് ഫുഡ് കമ്മിറ്റിയിൽ ചർച്ച വന്നപ്പോൾ ആ പേരിടലിൻ്റെ ദൗത്യം ഞങ്ങൾ അധ്യാപകരെയാണ്, ഈ സബ് ജില്ലയിലെ അധ്യാപകരെയാണ് ഏൽപ്പിച്ചത്. അവരിൽ നിന്ന് ഏതാണ്ട് 70ഓളം പേരുകൾ ഊട്ടുപുരയുടേതായി നിർദ്ദേശിക്കപ്പെട്ടു. അതിൽ നിന്നും ഒരു 5 പേര് സെലക്ട് ചെയ്ത് അത് സ്ക്രീനിങ് കമ്മിറ്റിക്ക് അയക്കുകയും സ്ക്രീനിങ് കമ്മിറ്റിയാണ് അളകാപുരി എന്ന പേര് നിർദ്ദേശിച്ചത്. അളകാപുരി എന്ന പേര് നമ്മൾ നിർദ്ദേശിക്കാതെ തിരഞ്ഞെടുക്കാനുള്ള കാരണം പുരാണങ്ങളിൽ പറയപ്പെടുന്ന കുബേര രാജാവിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. വളരെയധികം അധികം സമ്പന്നനായ ഒരു വ്യക്തിയായിരുന്നു കുബേര രാജാവ്. അദ്ദേഹത്തിൻ്റെ രാജധാനിയുടെ പേരാണ് അളകാപുരി. അവിടെ വരുന്ന ആരും തന്നെ ഒരു നേരത്തെ ആഹാരം കഴിക്കാതെ അല്ലെങ്കിൽ വയറ് നിറച്ച് സ്വാദിഷ്ടമായ ഭക്ഷണം തൃപ്തിയോടെ കഴിച്ചിട്ടല്ലാതെ അദ്ദേഹം അവിടെ വരുന്ന ആരെയും മടക്കി വിടാറില്ലായിരുന്നു. എപ്പോൾ ആര് ചെന്നാലും വയറ് നിറയെ ആഹാരം കിട്ടുന്ന ഒരു രാജധാനിയായിരുന്നു കുബേരൻ്റെ അളകാപുരി എന്ന് പറയുന്ന ആ കൊട്ടാരം. ആ സ്മരണ നിലനിർത്തിക്കൊണ്ട് ഇവിടെ കലോത്സവത്തിന് വരുന്ന ഒരു മനുഷ്യരും ഒരു കുട്ടിയും ആഹാരം കഴിക്കാതെ പോകരുത്, അല്ലെങ്കിൽ അവൻ്റെ വിശപ്പടക്കാതെ പോകരുതെന്ന ആ ഒരു താല്പര്യത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഭക്ഷണ കമ്മിറ്റി നമ്മുടെ ഊട്ടുപുരയ്ക്ക് ഇത്തവണ അളകാപുരി എന്ന പേര് സ്വീകരിച്ചത്. ആ പേര് നിർദ്ദേശിച്ചത് നമ്മുടെ സബ് ജില്ലയിലെ തന്നെ പെരുമണ്ണൂർ ഗവൺമെൻറ് LPS HM ശ്രീമതി MR സീന അവർകളാണ്. അവർക്ക് ഇന്നലെ ഇവിടെ ഉപഹാരം വരെ സമർപ്പിക്കുകയുണ്ടായി. ഇനിയുള്ള 3 ദിവസവും
കൃത്യമായും ഏതാണ്ട് 2000-ലധികം പേർക്ക് ഇവിടെ കൃത്യമായിട്ട് നമ്മൾ ഇലയിട്ട് സദ്യ കൊടുക്കും. ഈ സദ്യയിൽ ഓരോ ദിവസവും വ്യത്യസ്തമായ ഓരോ പായസവും കൂടി നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. നാളെ ഗോതമ്പ് പായസം, കടല പായസം, അടപ്രഥമൻ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം കുട്ടികൾക്ക് ആദ്യ ദിവസം ഞങ്ങൾ ഫ്രൈഡ് റൈസും കോളിഫ്ലവർ കറിയുമാണ് കൊടുക്കുന്നത്. 1000-ഓളം കുട്ടികൾക്കാണ് പാക്കറ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പാക്ക് ചെയ്ത് അവിടെ തന്നെ കൊടുക്കുകയാണ്. നാളെ മുതൽ വിഭവസമൃദ്ധമായ പായസം കുട്ടികളുടെ സദ്യയാണ്. ഇവിടെ എല്ലാവരും വളരെ ഹാപ്പിയാണ്. കലവറയിൽ എല്ലാം സമൃദ്ധമാണ്. എല്ലാ തരത്തിലും വിളമ്പാനും പിന്നെ പൊതിയാനും പാചകവും ഒക്കെ നല്ല അവശ്യക്കോട്ട പിള്ള നല്ല ശക്തമായിട്ട് നിൽക്കുകയാണ്. ആരുടെയൊക്കെ നേതൃത്വത്തിലാണെന്ന് നമ്മളിങ്ങനെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്? ഈ 4 ദിവസം KSPയുടെ നേതൃത്വത്തിലാണ്. ഇവരാണ് ഇതിൻ്റെ സംഘാടക സമിതിയുടെ ഇതെടുത്തിരിക്കുന്നത്. ചെയർമാനാണ് ഞാൻ. വിവിധ എല്ലാ കാര്യങ്ങളിലും വളരെ പ്രൊഫഷനോടെ നമ്മുടെ ഇത് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഉപജില്ലാ കലോത്സവവുമായി ബന്ധപ്പെട്ട ഈ കിച്ചണിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ അഗസ്ത്യക്കോടുള്ള പ്രസാദാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പാണ്. ഇന്ന് 1200 പേർക്കാണ് ഞങ്ങൾ പൊതിയായിട്ട് കൊടുക്കുന്നത്. നാളെ 1500. ഇങ്ങനെ ഓരോ ദിവസവും കൂടിയാണ് വരുന്നത്. അദ്ദേഹം ഈ പ്രദേശത്ത് ഏറ്റവും നല്ല രീതിയിൽ പാചകം ചെയ്യുന്ന ആളാണ്. വളരെയധികം പ്രശസ്തമായ രീതിയിൽ വലിയ പരിപാടികൾ നടത്തിയിട്ടുള്ള ആളാണ്. ഇതിനു വേണ്ടി മേൽനോട്ടം വഹിക്കുന്നത്.